ഇവിടെ എന്താ വെച്ചാൽ ടാങ്കിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ ചാടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ പുല്ലിങ്ങനെ എപ്പോഴും ഗ്രീനറി ആയിട്ട് നിൽക്കുന്നത്. ഈ പൂവ് നല്ല സുന്ദരിയാണല്ലോ. ഇത് ആക്ച്വലി ഞൊട്ടങ്ങ എന്നൊക്കെ പറയുന്ന ആ സാധനമല്ല, അതിൻ്റെയാണ്. പക്ഷേ കണ്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത്. ഏയ് മാഫി, MJ, മാക്സ്, മാക്സ് കം കം കം, മാക്സ് കം. ഓ MJ ആണ് കേട്ടോ വരുന്നത്. നല്ല തടിയനയക്കണല്ലോ. പ്രഗ്നൻ്റ് ആണോ വീണ്ടും? നല്ല തടിയനയക്കണല്ലോ ഇവൻ. വാടാ MJ, MD കുട്ടി സുന്ദരനാണല്ലോ. ഞങ്ങളുടെ വീട്ടിലെ പാഷൻ ഫ്രൂട്ട് വേണ്ട പുറത്ത് ചാടും. നിനക്ക് കയറണോ? അങ്ങോട്ട് മാറാം. അത് അങ്ങോട്ട് പോവാം. ആഹാ അത് നന്നായി. വേണ്ട ഇങ്ങോട്ട് പുറത്ത് ചാടി പിന്നെ ബുദ്ധിമുട്ട്. വേണ്ട. ഇവിടെ ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ കണ്ടോ വളർന്നിരിക്കുന്നത്. ഈ പച്ച കണ്ടില്ലേ, ഇതൊക്കെ പാഷൻ ഫ്രൂട്ടാണ്. അത് തൈ കുറേ പാഷൻ ഫ്രൂട്ട് വീണ് പോയി. 1000 പാഷൻ ഫ്രൂട്ട് ഉണ്ടാവുള്ള പാഷൻ ഫ്രൂട്ട് ഇവിടെ വീണ്ടുണ്ടാവും. പക്ഷേ പിന്നെ ഷുഡ് ഐ കം? പോ അങ്ങോട്ട്, പോ. കണ്ടോ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇതേപോലെ ഉമ്മ അന്ന് കുഴിച്ചിട്ട വള്ളിയാണ്. കണ്ടോ, അതൊക്കെ ഒരു ഇതിൽ നിന്ന് തന്നെ വന്ന വള്ളികളാണ്. ഇതവിടെ ഒരു വള്ളിയുണ്ട്. ഇതിനൊക്കെ ഇനി പറിച്ചൊന്നും കുഴിച്ചിട്ടില്ല, ഇതിവിടെ അങ്ങനെ വളരുമായിരിക്കും. പിന്നെ നമ്മളുടെ അരിനെല്ലിക്ക ഇപ്രാവശ്യം ഇല്ല, ഉണ്ട് ഇടക്കിടക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആരും ഒന്നും നോക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ഇത് ഞാൻ കുറച്ച് 2 വലിയ പാത്രത്തിൽ ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇരുമ്പൻ പുളി ഒക്കെ വീണ് പോയി. പിന്നെ എനിക്കിവിടെ ഒരു സങ്കടം എന്താ വെച്ചാൽ, ഈ പേരയ്ക്ക നല്ലൊരു പേരയ്ക്കാണ്, ഉള്ളിൽ ചുവപ്പായിട്ടുള്ള. പക്ഷേ ഇങ്ങനെ പടർന്നിട്ടായിരുന്നു താഴത്തേക്ക്. അപ്പോൾ സാധ്യത വന്നിട്ട് ഇത് ക്രോപ്പ് ചെയ്തു. സാധ്യത ഇങ്ങനെ ഇടയ്ക്ക് ഒരു മുട്ടയടി സ്വഭാവമുണ്ട്. സാധ്യതൻ്റെ മീശ മുട്ടടിക്കുന്ന പോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതാ. പാഷൻ ഫ്രൂട്ട് ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴായിരിക്കും ഉണ്ടാവുക തോന്നുന്നു. ഇതാ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ പഴയ കൊറോണ സമയത്ത് നമ്മൾ മുയൽ വളർത്തിയിരുന്നല്ലോ, അന്നത്തെ മുയലിൻ്റെ കൂടെ അത് ഇങ്ങനെ 13,000 രൂപ ചിലവഴിച്ചുണ്ടാക്കിയ മുയൽ കൂടെ. പക്ഷേ ഒരു വലിയ ഇതുണ്ടായില്ല. പിന്നെ ഇത് ഇതെനിക്ക് ഭയങ്കര സങ്കടം സാധ്യത ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് കുഞ്ഞു തൈതാ ഇതിനേക്കാളും ചെറിയതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വെള്ളമൊഴിച്ച് ഇത്രയും വലുതാക്കി. അതേപോലെ ഞങ്ങളുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ മക്കളെ, സൂപ്പർ സ്റ്റാർ ഫ്രൂട്ട്. ആർക്കെങ്കിലും സ്റ്റാർ ഫ്രൂട്ടൊന്നും ഞാൻ ഇടയ്ക്കൊക്കെ കറിയിലൊഴിക്കാറുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് വൈൻ ഉണ്ടാക്കാമെന്നൊക്കെ തോന്നുന്നു. നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ. കണ്ടോ, ഇത്രയും പഴുത്ത സ്റ്റാർ ഫ്രൂട്ടുകൾ എവിടെയെങ്കിലും കണ്ടോ? അടിപൊളി സ്റ്റാർ ഫ്രൂട്ട്. ആൻഡ് നമ്മളുടെ പട്ടി നടത്തിട്ട് ഇവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കണ്ടത് ഉമ്മ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ ഉമ്മ കുഴിച്ചിട്ടൊരു വള്ളിയാണ്. വെരി ബിഗ് വള്ളി. സോ നമ്മളെ ഉമ്മ കൊണ്ടുവന്നതായതുകൊണ്ടൊരു സ്പെഷ്യൽ ഇതുണ്ട്. കണ്ടോ, അവിടെ ഒരു പാഷൻ ഫ്രൂട്ട് അതാ തൂങ്ങി നിൽക്കുന്നു. കാണാമോ പാഷൻ ഫ്രൂട്ട്? ഞങ്ങളുടെ മോളുടെ അമേരിക്കയിലാണ് ഇവിടുത്തെ അനിയത്തി, സാദിൻ്റെ അനിയത്തി കുഴിച്ചിട്ട് മൈലാഞ്ചിയാണിത്. ഇത് വലിയ മരാട്ടോ. ഇത് ഞങ്ങൾ എല്ലാ വർഷവും വെട്ടും, പിന്നെയും വളരും. എല്ലാ വർഷവും കുറ്റിയാക്കി, ഇതിപ്പോൾ അടുത്ത് കുറ്റിയാക്കി സായത് ഇവിടുന്ന് വെട്ടിയിട്ട് പിന്നെ വളർന്നതാണിത്. ഇത് അവളുള്ള സമയത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് അരച്ച് വിരലിലും ഒക്കെ ഇടാറുണ്ട്. ആഹാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരക്ക തരാം. നല്ല സൂപ്പർ പേരക്കയാണല്ലോ. ഈ പേരക്ക ആദ്യമായിട്ടാണ് കഴിക്കണത്. ഓ, ഇഷ്ടം പോലെ പേരക്ക. ദൈവമേ, പേരക്കത് കേടാ. എമി പേരക്കട പൊന്നു നിറയെ ഉണ്ട് പേരക്ക. ആ തര പേരക്കതാ. ഇത് ആദ്യം എമി ഇവിടെ വന്ന് നോക്ക്, നിറയെ പേരക്ക. ഈ പേരക്ക ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നാടൻ പേരക്കയാണ്. ഈ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഫുൾ, അയ്യോ എന്നെന്തോ കടിച്ചു, ഫുൾ പേരക്കയായിരുന്നു. വലിയ കിലോ പേരക്ക എന്നൊക്കെ പറയില്ല, വലിയ പേരക്കയാണ്. പക്ഷേ ഇതൊക്കെ നാടൻ പേരക്ക. ഇതിപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ എമി. ഇതിപ്പോൾ നിറയെ പേരക്ക ഉണ്ടേ. നമുക്ക് ഡെയിലി വന്ന് നോക്കണം, നിറയെ പേരക്ക ഉണ്ട് ഇതിന്. അപ്പോൾ മമ്മിക്ക് 2 എണ്ണം കിട്ടി. MJ ഇങ്ങോട്ട് വാ. ഇവിടെ ആക്ച്വലി ഈ ഭാഗത്ത് കുറേ വലിയ വീട്ടിയല്ല, എന്താ മരത്തിൻ്റെ പേര്,
എന്തോ ഒരു മരം ഉണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ വെട്ടി വിറ്റു. അതിൻ്റെ കുറ്റി അതൊന്ന് അവിടെ ഒന്ന് ഇവിടെ കുറേ ഉണ്ടായിരുന്നു, 10-15 എണ്ണം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. സാജിത് കുഴിച്ചിട്ട്. അയ്യോ എന്താടാ, അവൻ തിന്നൂല്ല, നമുക്ക് അവൻ തിന്നുന്നില്ല. രണ്ടിലും കഴിച്ചു, ഇനിയിപ്പോൾ നമുക്ക് തിന്നാൻ പറ്റില്ല. എന്താ ഓ ഷേറ്റ് എംജെ, ഇനിയിപ്പോൾ നീ തിന്നില്ലെങ്കിൽ നിന്റെ ചന്തി ഞാൻ പൊളിക്കും. അവൻ കടിച്ചു, രണ്ടും അവൻ തട്ടിയെടുത്തു എൻ്റെ കയ്യിൽ. നോക്ക് നിറയെ പേരക്ക ഉണ്ടോ മരത്തിൽ. എടാ പൊന്നു, ഇതടാ നിറയെ പേരക്ക. മമ്മി ആദ്യമായിട്ട് കാണാൻ. ഇതാ താഴെ കിടക്കുന്നുണ്ട്. ഇതും അവന് കൊടുത്തേക്ക്. അവന് എന്നാൽ അതുമെന്ന് വീണൊക്കെ അവൻ തിന്നുന്നുണ്ട്. ആ ഇവിടെ നല്ല ഉറുമ്പുണ്ട്. മമ്മീനെ കടിച്ചു. ഒരു പോര് വേഗം പോര്. മമ്മീനെ കടിച്ചു, നിറയെ കടിച്ചു ഉറുമ്പ്. ഇത് നമ്മളെ പഴയ കോഴിക്കൂടാണിത്. നമ്മളിപ്പോൾ കോഴിയില്ലല്ലോ, പാമ്പ് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കോഴീനെ ഒഴിവാക്കി. കാരണം സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട്. പകരം നമ്മുടെ പട്ടിക്കുട്ടന് സ്വതന്ത്രമായി വിഹരിക്കാൻ വേണ്ടി ഇതിനുള്ളിലാണ് ആക്കുന്നത്. അമ്മേ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചേച്ചി കോടതിയിൽ പോട്ടെ. ഇന്ന് ചേച്ചിയുടെ കോവക്കയുടെ വള്ളി വന്നിട്ട് കോവക്കയൊക്കെ ഉണ്ട് ഇവിടെ ഒരുവിധം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പച്ചക്കറി ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ പപ്പായ എത്ര ഉണ്ടെന്ന്. ഓൾറെഡി വീടിൻ്റെ ബാക്ക് ഫുൾ പപ്പായ, പുതിയ പപ്പായ. നമുക്ക് പൂവുണ്ടാവുന്ന പപ്പായ ഉണ്ടാവും. നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും ഇവിടെ തന്നെ ഉണ്ട്. ഒരു പുതിയ ചക്ക വരുമ്പോഴുള്ള സന്തോഷം എന്താ വെച്ചാൽ, ഞാൻ ചക്ക വെട്ടാൻ വേണ്ടിയിട്ടൊരു കത്തി വാങ്ങിച്ചില്ലേ കഴിഞ്ഞ വർഷം. ആ കത്തി പിന്നെ ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ കണ്ടോ, ഇത് കുടംപുളിയാണ്. പക്ഷേ എല്ലാ വർഷവും പൂവിടും, കായ്ക്കുന്നില്ല. ഇനി ഇത് കായ്ക്കാൻ ഇതെന്തോ ആണോ പെണ്ണോ അങ്ങനെ എന്തോ പ്രശ്നം കൊണ്ടാണ് കായ്ക്കാത്തത്. ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പെണ്ണിനെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടാൽ ഇത് കായ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമ്മളുടെ രാവിലെ നടത്തം അവസാനിച്ചു അല്ലേ മീ? ഹൗ യു ഫീൽ നൗ? വിശപ്പോ? നോമ്പില്ല? പിക്ക 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 പിക്ക. അപ്പോൾ ചേച്ചിയുടെ കലാപരിപാടിയിലേക്ക് കടക്കട്ടെ.